ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത്തെ ട്രിപ്പ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡാണ്. സോ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എരുമേലിയുടെ അവിടുന്ന് അവിടെ എരുമേലി വരെ പോകണ്ട, അതിന് മുന്നേ ആയിട്ടൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞിട്ട് ഒരു ചെറിയ റബ്ബർ തോട്ടത്തിൻ്റെ വീടുകളെല്ലാം സൈഡിലുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വീടൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ചവിട്ടി കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:30. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ്. സോ എനിക്കറിയത്തില്ല എങ്ങനെ ആവുമെന്ന്. ചെറിയൊരു കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലിക്കക്കല്ലിൻ്റെ അത്രയും കയറ്റമില്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. സോ നോക്കാം. ബാക്കി കാഴ്ച അവിടെ ചെന്നിട്ട് നോക്കട്ടെ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടേ നമുക്ക് റെഡിയാക്കാം. ഞാൻ ഒരു പാലത്തിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. രസമുണ്ട്. സ്ഥലം കറക്റ്റ് അറിയത്തില്ല എവിടെയാണെന്ന്. സ്ഥലം ചേനപ്പടി റോഡ്, ചേനപ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേനപ്പടി പാലമായിരിക്കും. സോ ഇതുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അങ്ങ് ദൂരെ കല്ലൊക്കെ ഇങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ കല്ലൊക്കെ എന്താ പറയുന്നത് വെള്ളത്തിൻ്റെ നടുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോടൊക്കെ ഇങ്ങനെ ഒഴുകിയാവും. നല്ല രസമായിരുന്നു. അവിടെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു. റോഡിൽ കൂടെ കൊള്ളാം, രസമുണ്ട്. ഞാൻ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിലാണ് നിന്നെ. ഇച്ചിരൂടെ ഒന്ന് ചവിട്ടിയിട്ട് റെസ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളിയായേ. കാഞ്ഞിരപ്പള്ളി ആ റോഡ് അങ്ങോട്ട് കയറി. എൻ്റെ പൊന്നെ സൂപ്പർ റോഡ്. ചവിട്ടാൻ എന്തൊരു സുഖം അറിയോ? എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയത്തില്ല എത്തുമെന്ന്. നല്ല സുഖം ചവിട്ടാൻ. എന്ന് പറഞ്ഞാൽ കയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. രക്ഷയില്ല കേട്ടോ. അതുപോലെ കിടുക്കാച്ചി റോഡ്, അടിപൊളി. നോക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കൊള്ളാം കൊള്ളാം, സെറ്റ് സെറ്റ്. നല്ല രസമുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് കിടക്കുക, വളവോ തിരിവോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. നല്ല സുഖം ചവിട്ടാൻ. കൊള്ളാം. ഞാൻ ടോട്ടൽ ഇപ്പോൾ ഒരു 57 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതുവരെ റെസ്റ്റ് ഞാൻ കൊടുത്തില്ല. ഒറ്റ സ്റ്റെച്ചിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കുഴപ്പമില്ല. എന്നാലും എനിക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തുനിന്ന് 2 സൈക്കിളുകാർ വരുന്നു. അവരെ കിട്ടുമോ നോക്കട്ടെ. എന്നാ അവർ പോയി. അവരെനിക്ക് നൈസായിട്ട് ചവിട്ടാൻ ഇറങ്ങിയതായിരിക്കും. എന്തേലും ആവട്ടെ. ഘട്ടത്തിൽ വളരെ സൈക്കിൾ ചവിട്ടുന്നതിന് ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി ഇല്ലിക്കക്കല്ല് ചെന്നിട്ട് ഞാൻ ഇല്ലിക്കക്കല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 7 കിലോമീറ്ററേ ഉള്ളൂ. ഇങ്ങനെ ഭയങ്കര കുത്തനെ കയറ്റമാണ്. ചവിട്ടി അത്രയും കയറ്റാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. മറ്റേ കുറ്റിക്കാനം പോലല്ല ഇതിന്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 80 ഡിഗ്രി സ്ലോപ്പൊക്കെ ഭയങ്കര ചവിട്ടി കയറാൻ. സോ ഞാനിങ്ങനെ ഉന്തിക്കൊണ്ട് വരുമായിരുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പം വലിയ മറ്റേ ചിലന്തി വര, ഒരു മുടിഞ്ഞൊരു ചിലന്തി ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ എന്തോ ചലന്തിയോടത് കൊള്ളാം. അത് കാണിക്കാൻ വേണ്ടി എടുത്താ. കയറ്റം കണ്ടോ? ഇങ്ങനെ കുത്തനെ കയറ്റോ ഉണ്ടോ? അവിടെ ഭയങ്കര കയറ്റമാണ്. ഒരു രക്ഷയില്ലാത്ത കയറ്റം. ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചവിട്ടാൻ പറ്റത്തില്ല, ഞാൻ ഉന്തുവാ. മേളിൽ കയറട്ടെ. നല്ല വീലുണ്ട്, നല്ല സുഖമാണ്. അപ്പം മേലോട്ട് ചെല്ലട്ടെ, ബാക്കി കാഴ്ചകൾ. ഇല്ലിക്കക്കല്ല് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കയറി വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണ്. കൊള്ളാം, രസമുണ്ട്, അടിപൊളി. കയറി അത്രയും കയറ്റം ചവിട്ടിയല്ല, ഉന്തിക്കയറ്റിയെ കൊണ്ട് നല്ല സൗന്ദര്യമുണ്ട് എല്ലാത്തിനും. എന്തായാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ഇനി കയറ്റം വന്നത് മേലോട്ട് കയറ്റം. ബാക്കിയോട് കയറട്ടെ. കണ്ട അപ്പം ശരി,
ബാക്കിയോടെ കയറിയിട്ട് 5 കിലോമീറ്ററുള്ളൂ, എന്തായാലും കയറ്റേ പറ്റുള്ളൂ. ചവിട്ടിക്കയറ്റ ഒരു മാർഗ്ഗമില്ല ചവിട്ടിക്കയറ്റ. സോ ബാക്കിയോട് കയറട്ടെ. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ചേട്ടനെ കണ്ടതാണ്. അപ്പോൾ ചേട്ടൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്ത് മലയുടെ എന്ത് പറഞ്ഞേ? മലയിഞ്ചി. അത് എന്താ ആ കാണുന്ന സാധനം മലയിഞ്ചി എന്ന് പറയുന്നൊരു സാധനം. ഞാൻ വിചാരിച്ചത് ഏലമായിരിക്കുമെന്ന്, പക്ഷേ ചേട്ടൻ പറഞ്ഞപ്പോഴും അറിഞ്ഞത് മലയിഞ്ചിയാണ്. പിന്നെ ഈ മലയുടെ ഇടയ്ക്ക് വേറെ കൃഷി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുള്ള? വേറെ കൃഷി ചെയ്യാൻ പറ്റുന്നത് കൊടിയുണ്ട്, പിന്നെ റബ്ബറുണ്ട്, കമുക്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? ഉണ്ടല്ലോ. ഈ മലയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വർഷം വലിയ ഭയങ്കര നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇവിടെ ഈ മലയുടെ ഇടുക്ക് പോത്തേ ഉള്ളു. ശരി. ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഭയങ്കര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളത്തിന് ക്ഷാമം അങ്ങനൊന്നും ഇല്ലല്ലോ? ഉണ്ടല്ലോ. ഇപ്പൊ അടുത്ത വർഷത്തേക്ക് വേനൽ വരാൻ തുടങ്ങുമല്ലോ. ചേട്ടൻ്റെ പറമ്പാണ് ആ മേളിൽ കാണുന്നുണ്ട്. ആ കാണുന്നത് ചേട്ടൻ്റെ പറമ്പാണ്. അപ്പം ഞാൻ കണ്ടപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ജോസ്. ശരി. അപ്പം ജോസ് എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ല ഇത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി ഇവിടത്തേക്ക്. പുള്ളി പണ്ട് എങ്ങനെയാണ് ജീവിച്ചതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കർഷകനാണ്. അതെ. മോളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യും അല്ലേ? കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മേലോട്ട് പോകാൻ പോവാണേ. ചേട്ടനെ കണ്ടേ കൊണ്ട് ഞാൻ നിർത്തിയതാണ്. അങ്ങനെ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുണ്ട്. കുറച്ചുണ്ട്. ആ പുറകെ കാണുന്ന പീക്കാണ്. അപ്പോൾ അതാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. കയറാൻ പറ്റുന്ന അറിയില്ല. നോക്കട്ടെ. ഇത്രയും തെളിക്കേണ്ടി വന്ന് ഞാൻ ഫുൾ തള്ളായിരുന്നു. ഒരു 10 കിലോമീറ്ററോളം തെളി കേട്ടോ. ചവിട്ടാനേ പറ്റിയിട്ടില്ല. 10 കിലോമീറ്റർ ഫുൾ തള്ളായിരുന്നു. ഒരു ചെറിയ നടുവേദനയുണ്ട്. കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. നല്ല വ്യൂ ഉണ്ടോ? അടിപൊളി. നമുക്ക് അടിപൊളി സംഭവം. നല്ലൊരു സ്ഥലം. പക്ഷേ ഇവിടെ ഇങ്ങനെ കാണുന്ന വെച്ചാൽ 3-5 മല. ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്. പിന്നെ മലകൾ 3-5 പിന്നെ ആ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം മറ്റേ ഈ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ കാണാൻ പറ്റും. ഇവിടെ മൊത്തം അടിപൊളിയാണ്. ഇവിടെ ചെറിയ മലകൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കത്തില്ല, അതേപോലെ ഉണ്ട്. ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മൂടാപ്പുണ്ട്. ഇത്ര അടുത്ത് നിന്നിട്ട് അടിപൊളി. ഇപ്പോൾ അടിപൊളി. എൻ്റെ പൊന്നേ എന്ത് രസം. നമുക്ക് ഇച്ചിരി മേഘം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ചേട്ടൻ രാവിലെ പറഞ്ഞു. രാവിലെ ഇങ്ങനെ എത്തണ്ടേ ചവിട്ടി. ഞാൻ തന്നെ ചവിട്ടുന്നതിനെക്കൊണ്ട് എനിക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ബാക്കി നോക്കട്ടെ. അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്താ പരിപാടി.